ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ട്രോളുകളൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? എല്ലാം വളരെ ഭംഗിയായി തന്നെ നമ്മള് ചെയ്യുന്നത് വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ എല്ലാം അതിനകത്തൊരു ആസ്വാദനം വരും, ഈ ഹാപ്പിനെസ് വരും. ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവാണ്, സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്, പല കാര്യങ്ങൾക്കും കമന്റുകൾ വരും അല്ലെ? സഖാവിന് എനിക്കും ഒത്തിരി നെഗറ്റീവ് കമന്റുകൾ വരുന്ന വ്യക്തിയാണ്. കോമൺ ആയിട്ട് പറയാം, കമന്റുകൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ട്രോളുകൾ ശ്രദ്ധിക്കും. എനിക്കെതിരായ ട്രോളുകൾ, നല്ല ട്രോളുകളാണ് അത് ആസ്വദിക്കുന്നത്, നന്നായിട്ട് ആസ്വദിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുന്നോണ്ടാണല്ലോ ട്രോളുകൾ വരുന്നത്. അതെ, അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുടെ പേരിൽ ട്രോൾ വരില്ലല്ലോ. ഒരു ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ഒരാളുടെ പേര് ട്രോൾ വരില്ലല്ലോ. നമ്മള് ട്രോളുകൾ കൂടുതൽ വരുന്നതിന്റെ അർത്ഥം നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയി മാറുന്നു, പ്രൊമിനന്റ് ആയി മാറുന്നു എന്നുള്ളതാണ്. വെൽക്കമിങ് ആയ ഒരു കാര്യമാണ്. ഞാൻ നല്ല ട്രോളാണ്, ചിലത് വളരെ മോശപ്പെട്ടത് വരും, അതിനെ നമ്മൾ അവഗണിക്കുക എന്നുള്ളതാണ്. നല്ല ട്രോളുകളുണ്ട്. നല്ല ചില ട്രോളർമാരെയൊക്കെ ഞാനിങ്ങനെ തേടിയിട്ടുണ്ട്. ഇത് ഞാന് കോവിഡ് വന്നിട്ട്, ഞാൻ അന്ന് ക്വാറന്റൈൻ ഒക്കെ ഉള്ള സമയമാണ്. കോവിഡ് വന്നില്ല, ഓഫീസിൽ ഒരാൾക്ക് കോവിഡ് വന്നിട്ട് ക്വാറന്റൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിൽ ഇരുന്നപ്പോ ട്രോളായിട്ട് ഒരാളിങ്ങനെ എഴുതിയിട്ടു, ഞങ്ങളുടെ നേതാവ് ഇങ്ങനെ ക്വാറന്റൈനിൽ ഇരുന്ന് 14 ദിവസം കൊണ്ട് അദ്ദേഹം ഈ മാസ്ക് തുന്നാൻ പോവാണ്. മാസ്ക് ഇത്ര ദിവസം കൊണ്ട് എത്രയോ 1000 മാസ്ക്, ഒരു നമ്പർ പറയുന്നുണ്ട്. അതുപോലെ ഗൗരവ സ്വഭാവമുള്ള ഒരു ട്രോള്. ഇത് ഒരുപാട് പേര് വിശ്വസിച്ചിട്ട് എന്നെ വിളിച്ചിട്ട്, അല്ല അത് ഈ ആരോഗ്യ പ്രവർത്തകർ സമ്മതിക്കുമോ? കാരണം ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരാൾ തുന്നുന്ന മാസ്ക് പുറത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഗൗരവത്തോട് വിളിച്ചു. നല്ല ട്രോളായിരുന്നു. അതും വിശ്വസിച്ച ആളുകൾ വരുന്നത്. ഒരുപാട് ട്രോളൊക്കെ ഭയങ്കര രസകരമായ ട്രോളുണ്ടായിരുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ പലതും എനിക്കുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്തായിരിക്കും സഖാവ് ചെയ്യുക? ദുഃഖകരമായ ഒരുപാട് സന്ദർഭങ്ങൾ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സംഘടനാ രംഗത്തും ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സഹാക്കളിലൊക്കെ രക്തസാക്ഷികളായ സന്ദർഭങ്ങളിൽ ഒക്കെ നമ്മൾ ഒരുപാട് ദുരന്തം, ഒരുപാട് പേരുടെ മരണം, അപ്രതീക്ഷിതമായ മരണങ്ങൾ ഒക്കെ വളരെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുന്നുണ്ട്. എന്റെ സംഘടനാ ജീവിതത്തിലെ എന്റെ ഓർമ്മയിൽ വല്ലാതെ 2 കാഴ്ചകൾ എന്റെ മനസ്സിൽ നിന്നും മായില്ല. ഈ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിനു പുറമെ ഒന്ന്, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോയതാണ്. അത് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുമ്പോൾ അന്ന് പി എം മുഹമ്മദ് റിയാസ്, ഇന്നത്തെ മന്ത്രി, അന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഡെലിഗേഷനാണ് ഞങ്ങൾ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പിൽ പോകുന്നത്. അവിടെ പോകുമ്പോ ദാരിദ്ര്യവും പട്ടിണിയും നേരിൽ കണ്ടു ഞാൻ. ഞങ്ങൾ ആ ക്യാമ്പിലേക്ക് പോകുമ്പോ ഒരു ചെറിയൊരു മൈതാനത്താണ്, ഈ ചപ്പുചോറുകൾ കൊണ്ടു കൂട്ടുന്ന ഒരു മൈതാനത്താണ് ഇവരിങ്ങനെ ടാർപ്പയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത്. പാവങ്ങൾ, 100 കണക്കിന് മനുഷ്യർ. അതിൽ സ്ത്രീയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും അവിടെ തന്നെയാണ്. അവരുടെ പശുക്കളുണ്ട്. ഞങ്ങള് ടൈഗർ ബിസ്ക്കറ്റുമായിട്ട് ഇങ്ങനെ പോവാണ്. അതേ ഉള്ളൂ കൊണ്ടുപോവാണ്. ഒരു പാക്കറ്റ്, ഒരു വലിയ കാർഡ്ബോർഡാണ്. ഞങ്ങളുടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓടി വന്നിട്ട് ഈ ടൈഗർ ബിസ്ക്കറ്റിന് വേണ്ടി പിടിച്ചു പറിക്കുന്ന കുഞ്ഞുങ്ങളെ എന്റെ ജീവിതത്തിൽ മറക്കാനാവില്ല. അന്ന് കണ്ണു നിറഞ്ഞിട്ടുണ്ട്. എന്റെ മാത്രമല്ല, ഞങ്ങളെല്ലാവരുടെയും പരസ്പരം നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് മനസ്സിലൊരു വേദന ജനിപ്പിക്കുന്നു. അതിന് ഒരിക്കലും മറക്കാനാകാത്ത, നെഞ്ചു പിളർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭയാർത്ഥികളായി കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ. പിന്നീട് ഞാൻ നെഞ്ച് വേദനിച്ചു പോയത് ഒടുവിൽ മണിപ്പൂരിൽ സന്ദർശനം നടത്തുമ്പോഴാണ്. ആ നേക്കഡ് പരേഡ് നടത്തിയ സ്ത്രീ ഉണ്ടല്ലോ, ഒരു കൂട്ടം പേര്, അതിലെ ഒരു വിക്ടിമിന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാണ്. ഇന്ത്യ പ്രതിനിധി സംഘത്തിനൊപ്പം മണിപ്പൂരിൽ പോയപ്പോൾ അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങൾ പോയി. അപ്പൊ അവിടെ അവരിങ്ങനെ വല്ലാതെ, അവരുടെ മുമ്പിൽ നമ്മൾ വാക്കുകൾ നിശബ്ദമായി പോയ നിമിഷങ്ങളാണ്. കണ്ണുനീർ കൊണ്ടല്ലാതെ അവരോട് സംവേദിക്കാനായില്ല. എന്റെ മനസ്സിൽ വല്ലാതെ നിൽക്കുന്ന അനുഭവങ്ങളാണ്. പിന്നെ അതല്ലാതെ കണ്ണു നിറയുകയും നന്നായി കരയുകയും വേദനിക്കുകയും ചെയ്ത ഒട്ടനവധി അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടേതാകാം, സഖാക്കളുടേതാകാം, അപ്രതീക്ഷിത മരണങ്ങൾ, രക്തസാക്ഷിത്വങ്ങൾ, ഇതെല്ലാം വല്ലാതെ ഹൃദയം പിളർക്കുന്ന ഒരുപാട് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Al Azhar Group of Institutions, Perambalichira, Tudupuzha.
നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.